മരണം മരണാനന്തരം. പുസ്തകവായന. രചന GK എടത്തനാട്ടുകര. പ്രസാധനം IPH ബുക്സ്. മരണത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. എന്നാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പലർക്കും തീർപ്പില്ല. ഈ തീർപ്പില്ലായ്മയാണ് ജീവിതത്തിന് ലക്ഷ്യബോധമില്ലാതാക്കുന്നത്. ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രമാണങ്ങളുടെയും യുക്തിയുടെയും വെളിച്ചത്തിൽ വിശദീകരിക്കുന്ന ലഘുകൃതി. ഏതു സാധാരണക്കാരനും വായിച്ചു പോകാവുന്ന അയത്നലളിതമായ ഭാഷ. മരണം മരണാനന്തരം. മുഖക്കുറി. മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. ജനിച്ചു വീഴുന്നത് ജനക്കൂട്ടത്തിലേക്കാണെങ്കിൽ മരിച്ചു പോകുന്നത് കർമ്മഫലങ്ങളുടെ ലോകത്തേക്കാണ്. അപ്പോൾ കൂട്ടിനാരെങ്കിലും ഉണ്ടെങ്കിലെന്ന് ഏവരും ആശിച്ചു പോകും. ബ്രിട്ടീഷ് ഭരണകൂടം വധശിക്ഷ വിധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാളി ഭഗത് സിംഗ് തൂക്കുമരത്തിൻ്റെ തണലിൽ നിൽക്കവേ പറഞ്ഞ വാക്കുകളിൽ ഈ ആശയം പ്രകടമാണ്. തികച്ചും നിരീശ്വരവാദിയായ ഭഗത് സിംഗിൻ്റെ വാക്കുകൾ ഇതിൻ്റെ അവതാരികയിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉദ്ധരിക്കുന്നുണ്ട്. വിശ്വാസം വൈഷമ്യത്തിൻ്റെ കാഠിന്യം കുറക്കുന്നു. ചിലപ്പോൾ അതിനെ സുഖകരമാക്കിയെന്നു വരാം. ദൈവത്തിൽ മനുഷ്യന് വളരെ ശക്തമായ ആശ്വാസവും അവലംബവും കണ്ടെത്താനാകും. കൊടുങ്കാറ്റിൻ്റെയും ചുഴലിക്കാറ്റിൻ്റെയും നടുവിൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നത് കുട്ടിക്കളിയല്ല. പക്ഷേ എനിക്കെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം വധശിക്ഷ വിധിച്ച മറ്റൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തോട് അന്ത്യാഭിലാഷം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ കൈകളിലെ ചങ്ങലകൾ അഴിച്ചു മാറ്റുക, ഞാൻ നിവർന്നു നിൽക്കട്ടെ. സാധാരണ ചെയ്യാറുള്ളതുപോലെ എൻ്റെ കണ്ണുകെട്ടി പുറംഭാഗത്ത് നിന്ന് വെടിവെക്കരുത്. എൻ്റെ മുന്നിൽ നിന്ന് നെഞ്ചിലേക്ക് നിറയൊഴിക്കുക. ധീരമായി രക്തസാക്ഷിത്വം വരിച്ച് ഞാൻ ഭൂമിയിലേക്ക് മലർന്നു വീണ് മരിക്കട്ടെ. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ മാറിലേക്ക് നിറയൊഴിച്ചു. പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് പുഞ്ചിരിയോടെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ദൈവത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള യാഥാർത്ഥ്യബോധം മരണത്തെ അഭിമുഖീകരിക്കുന്ന മനുഷ്യന് താങ്ങും തണലുമാണെന്നർത്ഥം. നാം ഓരോ നിമിഷവും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അടുത്തുകൊണ്ടിരിക്കുന്ന മരണത്തിൽ നിന്നകന്ന് രക്ഷപ്പെടാൻ ആർക്കുമാവില്ല. ആ മരണത്തെപ്പോലും സസന്തോഷം അഭിമുഖീകരിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന ദൈവിക പാഠങ്ങൾ ഓരോ നിമിഷവും മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന വായനക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ലഘുകൃതി സമർപ്പിക്കട്ടെ. നന്ദി.